എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാവിലെ ഇന്ന് സാറ്റർഡേ 7 മണിയായപ്പോൾ എഴുന്നേറ്റ് കിച്ചണിൽ വരുന്നത്. എൻ്റെ ഒരു സന്തോഷം 7 മണിക്ക് എഴുന്നേറ്റതിൻ്റെ. 5 മണിക്ക് അങ്ങോട്ട് ചാടി എഴുന്നേറ്റ് ചിലപ്പോൾ 4:45 ആകുമ്പോൾ എന്നാലും 5 മണിക്ക് കിച്ചണിൽ കയറുന്നൊരു വെപ്രാളുണ്ടല്ലോ. ഇന്ന് എനിക്കതില്ല. ഇന്ന് എൻ്റെ 8:30 ഒരു കുഞ്ഞിന് ട്യൂഷൻ മതി. അപ്പം അതുകൊണ്ട് ഞാൻ ഇന്ന് കുറച്ച് ഫ്രീ ആയ ദിവസം. അപ്പം അതുകൊണ്ട് എന്താ എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ. അപ്പോൾ രാവിലെ ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇച്ചിരി ടഫ് പരിപാടിയല്ലേ ഇടിയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചായയൊക്കെ ഇട്ട് ഇടിയപ്പത്തിൻ്റെ പരിപാടി നോക്കട്ടെ കേട്ടോ. ഇടിയപ്പത്തിന് വേണ്ടിയിട്ടുണ്ട് വെള്ളം വെച്ച് നന്നായിട്ട് വെട്ടിത്തിളച്ച് ഉപ്പ് ഇട്ടിട്ട് ഇനിയിപ്പോൾ വെള്ളം നന്നായിട്ടൊന്ന് വെട്ടിത്തിളക്കട്ടെ. എന്നിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ട് അതിനകത്തേക്ക് ഞാൻ ഇടിയപ്പപ്പൊടി ഇടും. അപ്പോഴേക്കും ഇവിടെ ചായ പൊങ്ങാൻ തുടങ്ങി. ഇടിയപ്പത്തിൻ്റെ തണ്ട മാവ് ഇങ്ങനെ നനച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇതിനകത്താട്ടോ ഇടിയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കോരി ഒഴിച്ചിട്ട് പക്ഷേ 2 എണ്ണേ പറ്റുള്ളൂ എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇടിയപ്പം നന്നായിട്ട് വരും. അപ്പോൾ തട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് അപ്പോൾ ഞാൻ വിശാലമായിട്ടൊന്ന് ഇടിയപ്പത്തിൻ്റെ ഇത് കുഴക്കട്ടെ, കുഴച്ചിട്ടൊന്ന് ഉണ്ടാക്കട്ടെ. ഇടിയപ്പത്തിൻ്റെ ഇറങ്ങി വരുന്നുണ്ടോ? അതിങ്ങനെ അത് കറക്റ്റ് വെറ്റിൽ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള സുന്ദരമായ ഇടിയപ്പം നമുക്ക് കിട്ടും. പക്ഷെ ഒത്തിരി ഒന്നും പറ്റത്തില്ലെന്നേ ഉള്ളൂ. അറ്റ്ലീസ്റ്റ് ഇത് ഇത്രയും ഹൈറ്റിലൊക്കെ അവർ കൊടുത്തപ്പോൾ ഒരു 3-4 ഉണ്ടാക്കാൻ പറ്റിയിരുന്നെങ്കിൽ വളരെ സന്തോഷമായിരുന്നു. പക്ഷെ അത്രയൊന്നും പറ്റില്ല. എന്നാലും മനോഹരമായ ഇടിയപ്പം വരുന്നു. ഇത്രയും വരുമ്പോഴേക്കും അത് കഴിഞ്ഞു. അപ്പോൾ അതാണ് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കി വെച്ചു. അതിൻ്റെ ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുണ്ടോ ഉള്ളിയും കുറച്ച് കടലയും എല്ലാം കൂടെ ചേർത്തിട്ടുള്ളൊരു കറി. അപ്പോൾ അങ്ങനെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. പക്ഷെ കുറച്ച് ഇച്ചിരി ഹാർഡാണ് കേട്ടോ, അത് പറയാമല്ലോ. ആദ്യം കുഴച്ച് ചൂടുവെള്ളത്തിൽ അടുപ്പേ വെച്ച് കുഴച്ചതൊക്കെ ഓക്കെ ആയി. രണ്ടാമത് ലാസ്റ്റ് മൊമെൻറ്റിൽ ഇച്ചിരി കുഴച്ചത് വെള്ളം ആറിപ്പോയി. അപ്പോൾ അതിൻ്റെ അപാകത ആ ഇടിയപ്പത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ ഇടിയപ്പം റെഡി. കുറച്ച് വറുത്ത തേങ്ങ എടുത്ത് മാറ്റി വെച്ചിരുന്നല്ലോ. ഞാൻ ആ തേങ്ങ ഒന്നുകൂടെ ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഫിഷ് മസാല, ഇതിന് ലേശം മീൻകറിക്ക് ഒരു പൊടിയുണ്ട് ഉലുവാപ്പൊടി. അപ്പോൾ ഞാൻ ലേശം ഉലുവാപ്പൊടിയും കൂടി ഇട്ടിട്ട് ഞാനൊന്ന് ചൂടാക്കിയിട്ട് ആറിയിട്ട് ഞാൻ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കും. എന്നിട്ട് ഞാനൊരു മീൻകറി വെക്കാൻ പോവാം. കുടംപുളിയിട്ട മീൻകറി. അപ്പം ഞാൻ അതിനകത്തേക്ക് തന്നെ ഞാനൊരു വലിയ സവാളയും ഒരു 2 ചെറിയ തക്കാളിയും കൂടെ അരിഞ്ഞിട്ട് ഞാൻ അതോട് ജസ്റ്റ് ഒന്ന് വഴറ്റുവാണേ. അപ്പോൾ ഒത്തിരി അങ്ങ് ബ്രൗൺ നിറമൊന്നും ആവണ്ട. സവാള ഒന്ന് വാടിയാൽ മതി. ഒന്ന് വാടിയിട്ട് ആ ഒരു പച്ച രീതിയൊക്കെ മാറിയിട്ടൊന്ന് വാടിയെടുത്താൽ മാത്രം മതി. എന്നിട്ട് ഇതിനകത്തേക്ക് തന്നെ ഇപ്പോൾ ഞാൻ 2 തക്കാളിയും കൂടെ അരിഞ്ഞിടാം. എന്നിട്ട് ഞാനിത് മിക്സിയിലിടുന്ന അരയ്ക്കും. അപ്പോൾ ഞാൻ ഇന്നൊരു വ്യത്യസ്ത രീതിയിലൊരു മീൻകറി വെക്കാമെന്ന് അറിയിട്ടാണ്. ഉണ്ടോ? അപ്പോൾ ഞാൻ തക്കാളിയും കൂടി അരിഞ്ഞിടട്ടെ. അപ്പോൾ അതുകൊണ്ട് തക്കാളി സവാളയും കൂടി ഞാൻ ഇത്രയും വഴറ്റിയാൽ മതി എനിക്ക്. കാരണം ഞാനിപ്പോൾ മിക്സിയിലിട്ട് അരയ്ക്കാൻ പോവാം. ഒന്ന് ആറിയതിന് ശേഷം, ചൂടോടല്ല ആറിയതിന് ശേഷം. അപ്പോൾ മീനിന് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി ആ സമയം കൊണ്ട് ഇഞ്ചിയൊക്കെ കൊത്തി അരിഞ്ഞ് എന്താ പറയുക വടക്കംപുളി തോട്ടുപുളി ഇച്ചിരി വെള്ളത്തിലിട്ട് ഇഞ്ചിയൊക്കെ കൊത്തി അരിഞ്ഞിട്ട് ആ പച്ചമുളകൊക്കെ കീറി അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഓടി വരാം. ഞാനിങ്ങനെ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്, അതും കൂടി പറയാം. ഞാനിതുവരെ ചെയ്തിട്ടൊന്നുമില്ല ഇങ്ങനെ മീൻ കറി വെക്കുന്ന ആദ്യത്തെ പ്രാവശ്യം. അപ്പോൾ തന്നെ ഞാൻ അതിനകത്ത് വറുത്തരച്ചത് അരച്ചു, സവാളയും തക്കാളിയും കൂടെയുള്ള വഴറ്റിയത് അരച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇഞ്ചി കുത്തി അരിഞ്ഞു, പച്ചമുളക് ഒരു 5 പച്ചമുളക് അരിഞ്ഞു, ഒരു തുണ്ട് ഇഞ്ചി നമുക്കറിയാലോ ആവശ്യത്തിന്, പിന്നെ ഒരു 4-5 കുടംപുളി, ചെറിയ കുടംപുളി ഇട്ടു. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് വെള്ളവും ചേർത്ത് വെച്ചു. പക്ഷേ ഈ ചാറൊന്ന് കൂട്ടിയപ്പോൾ തന്നെ നല്ല സെറ്റ്. തിളക്കട്ടെ. നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം ഞാൻ മീൻ പിറക്കിയിടാം. പക്ഷേ ചാറ് കൂട്ടിയപ്പോൾ തന്നെ ഭയങ്കര സൂപ്പറായിട്ട് എനിക്ക് ഫീലായത്. ഇത് നല്ല ഭംഗിയായിട്ട് എൻ്റെ തിളച്ചിട്ട് കഷ്ണമൊക്കെ ഇട്ടിട്ട് ഞാൻ മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അരപ്പൊക്കെ നോക്കിയപ്പോൾ സൂപ്പറായിട്ട് തോന്നി. അപ്പോൾ ഞാൻ എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ അതിങ്ങനെ തിളച്ച് ഞാനിപ്പോൾ ഇന്ന് തീ കുറച്ചിട്ട് വെക്കും. എന്നിട്ട് ഞാനൊരു ഇത്തിരി സവാളയും ചെറിയുള്ളിയും കടുകും കൂടെ പൊട്ടിച്ചൂടെ വെച്ചിട്ടുണ്ട്. ഞാൻ അതും കൂടെ ഇതിനകത്തേക്ക് അങ്ങ് താളിക്കുകയാണ് ചെയ്യുന്നത്. കാരണം എനിക്കിനിയൊന്ന് ഹോസ്പിറ്റലിൽ വരെ പോകണം. എനിക്ക് സൈനസിൻ്റെ തലവേദനയുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് ഡോക്ടറെ കണ്ടിട്ട് വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട്
ഇപ്പം ഇവിടെ എന്താ മക്കളെ തേങ്ങ വറുത്തരച്ച കറി മമ്മി ഉണ്ടാക്കിയതാണേ. തേങ്ങ വറുത്തരച്ചല്ല, പച്ച അരച്ച കറി. തേങ്ങ പച്ചരച്ച് വീട്ടിലുണ്ടാക്കത്തില്ലേ? വീടുകളിൽ, ഞങ്ങളുടെയൊക്കെ വീടുകളിലുണ്ടാക്കുമല്ലോ. അപ്പോൾ അത് ഞാനിനി വീണ്ടും റെഡിയായിട്ട് എനിക്കിന്ന് ഹോസ്പിറ്റലിൽ പോകണം. ഞാൻ അതിനുള്ള തിരക്കിലേക്കാണ്. എനിക്ക് എക്സ്റേ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ് എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കണ്ടു അമ്മലും മാല എല്ലാം ഒരു ബന്ധപ്രസ്ഥ സ്റ്റൈലിരിക്കുന്നതാണ്. എക്സ്റേയുടെ സൈഡിലാണ് ഇങ്ങനെ വന്നിരിക്കുക. അപ്പം അങ്ങനെ എക്സ്റേ എടുത്താൽ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എക്സ്റേ എടുക്കാനുള്ള രൂപത്തിലിരിക്കുകയാണ്. മൂക്കുത്തി ഊരണമെന്ന് പറഞ്ഞു, പക്ഷെ മൂക്കുത്തി ഊരാൻ പറ്റില്ല എനിക്ക്. അത് ഞാൻ മൂക്കുത്തി ഊരില്ല. ഞാനിങ്ങനെ ഡോക്ടറെ കണ്ട് എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ഞാൻ വന്ന ഹോസ്പിറ്റൽ. ഇപ്പോൾ ഞാൻ ഈ ഹോസ്പിറ്റലിലാണ് ഞാനിപ്പോൾ വന്നത്. എനിക്ക് തലവേദനയായിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു ഹോസ്പിറ്റലാണിത്. ഞാൻ എപ്പോഴും ഈ ഹോസ്പിറ്റലിലോട്ടാണ് വരാറുള്ളത്. എൻ്റെ ബാക്കിൽ ആ ഹോസ്പിറ്റൽ കാണാം. എനിക്ക് ഡെങ്കി വന്ന് കിടന്നത് ഞാൻ ഈ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. അപ്പോൾ ഇഷ്ടമാണ് ഈ ഹോസ്പിറ്റലിൽ വരാൻ. എമ്മൂറ്റിയുടെ മുകളിലത്തെ ഭാഗമാണ് പാർക്കിംഗ് ഏരിയ ആണ്. എമ്മൂറ്റിയുടെ ഏറ്റവും മുകളിൽ ഉള്ള നല്ല മനോഹരമായ വ്യൂ ആണ് ഈ കാണുന്നത്. ഏറ്റവും മുകളിലത്തെ മാളിൻ ട്രീ കണ്ട. ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങി. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം മോളെ ഇതുവരെ എനിക്ക് ഞാനിപ്പോൾ കുറച്ച് വന്ന വഴി എമ്മൂറ്റിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിരുന്നു. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം നല്ല തിരക്കായിരുന്നു. ബില്ലടിച്ചു പിന്നെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ല ടയർഡായിട്ട് നിൽക്കുന്നു. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും ഞാൻ ഇതുപോലെ ഞാൻ പറഞ്ഞ ഹോസ്പിറ്റലിൽ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഇത്തിരി സാധനങ്ങൾ വാങ്ങാനായിട്ട് പോയി. ഭീമാപ്പള്ളി സൈഡിലോട്ട് പോയി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്ന സാധനങ്ങളൊക്കെ വാങ്ങിയത്. അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും ഞാൻ നാളെ ഇതുപോലെ. അപ്പോൾ ഇന്നലത്തെ വീഡിയോ എനിക്ക് ഇതുവരെ ഇടാൻ പറ്റിയില്ല, കാരണം എൻ്റെ ഗാലറി ഫുള്ളായതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാണ്ട് പോയത്. അതുകൊണ്ട് എനിക്ക് സേവ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ കുറേയൊക്കെ ഡിലീറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് എൻ്റെ ഇപ്പോൾ സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാവിലെ തന്നെ വീഡിയോ ഇടുന്ന, പക്ഷേ ഇതുവരെ പറ്റിയില്ല, കാരണം ഗാലറിയിലെ കുറേ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്താൽ മാത്രമേ എനിക്കത് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീഡിയോ ഇപ്പോൾ തന്നെ ഞാൻ ഇടാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും ഞാൻ ഇതുപോലെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരൊക്കെ എല്ലാവരോടും ടാറ്റാ.